മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ മർക്കോസ് അറിയിച്ചുകൊണ്ട് കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 9-10 വാക്യം. സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 verse 9 and 10. അന്നൊരിക്കൽ ഈശോ ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. ദൈവാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ ആന്തരിക സന്തോഷവും ആത്മീയ ധൈര്യവും ലഭിക്കും. അതിനാൽ നാം അംഗീകരിക്കേണ്ട ഒരു മാർഗമുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ പ്രചോദനമനുസരിച്ച് പ്രായോഗിക രംഗത്ത് പ്രവർത്തിക്കുവാൻ നാം കാൽ വയ്ക്കണം. എല്ലാവരുടെയും ഹൃദയത്തിൽ എപ്പോഴും ശാന്തമായി കേൾക്കുന്ന അന്തരാത്മാവിന്റെ ഒരു നേരിയ ശബ്ദമുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായം അധികം ലഭിക്കും. തൽഫലമായി നമ്മുടേതല്ലാത്ത ആത്മീയ ശക്തി നമ്മളിലൂടെ പ്രവർത്തിക്കും. ദൈവരാജ്യത്തിനും മനുഷ്യ സമൂഹത്തിനും ആവശ്യമായ സേവനം ചെയ്യുവാൻ നാം പ്രാപ്തരാകും. നമ്മുടെ കർത്താവ് യോഹന്നാൻ സ്നാപകനെപ്പറ്റി കേട്ടിരുന്നു. ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ആദ്യപടിയായി യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ച് ആ സംഘത്തിൽ ചേരേണ്ടത് ആവശ്യമാണെന്ന് ഈശോയ്ക്ക് ബോധ്യമായി. തനിക്ക് ലഭിച്ച ആന്തരിക പ്രചോദനത്തിന് ഉത്തമ ബോധ്യമനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അസാധാരണമായ രീതിയിൽ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ തന്റെ മേൽ വന്നു. ശക്തി നിറഞ്ഞവനായി ഈശോ യോർദാനിൽ നിന്ന് മടങ്ങിപ്പോയി. ആന്തരിക ശബ്ദത്തെ അനുകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പരിശുദ്ധാത്മാ അപ്രതീക്ഷിതമായ ശക്തി നമുക്ക് തരും. പരീക്ഷകൾ ജയിക്കുവാനും ധീരമായി ജീവിക്കുവാനും അപ്പോൾ നമുക്ക് കഴിവുണ്ടാകും. ഈശോ രോഗികളെ സൗഖ്യമാക്കിയപ്പോഴും ഈ പ്രമാണം അംഗീകരിക്കുന്നുണ്ട്. ഈശോ കുരുടന്റെ കണ്ണിൽ ചേറുതേച്ച ശേഷം അവൻ ശീലോഹ കുളത്തിൽ പോയി സ്വയം കഴുകണമായിരുന്നു. പക്ഷപാതക്കാരൻ സൗഖ്യം പ്രാപിക്കുവാനായി സ്വയം കിടക്കെടുത്ത് നടക്കണമായിരുന്നു. ദൈവാത്മാവ് നമ്മോട് നേരിയ സ്വരത്തിൽ പറയുന്നവയെ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തി അധികമായി ലഭിക്കും. അല്പമായി കേൾക്കുന്ന ആന്തരിക ശബ്ദത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തി നമുക്ക് അധികമായി ലഭിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി, എപ്പോഴും എപ്പോഴും എന്നേക്കും.